ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ടെസ്റ്റ് നെറ്റ് അല്ല, ഒരു ഇച്ചിരി പഴയതാണ്. ഒരു വെർഷനാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഒത്തിരി പഴയതല്ല. ഒരു വർഷം കംപ്ലീറ്റ് ആയി, അതായത് V1 എന്ന് പറഞ്ഞ വെർഷൻ കംപ്ലീറ്റ് ആയി. ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് നെറ്റിൽ 9 സീരീസാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ 7 സീരീസ് വരെ ഇതെന്തായിരുന്നു, ഒരു പ്രൈവറ്റ് ടെസ്റ്റ് നെറ്റ് ആയിരുന്നു. 8ഉം 9th ആയിരുന്നു എന്ത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 8th ഓൾറെഡി കഴിഞ്ഞു, ഇപ്പോൾ നമ്മളുള്ളത് 9th സീസണിലാണ്. അപ്പോൾ ഇതും അധികം നാളില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു മന്തിൽ അല്ലെങ്കിൽ 1.5 മന്തിൽ ചിലപ്പോൾ ഇതിന് മെയിനായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ അതിലും വൈകാം. അപ്പോൾ നിങ്ങൾ 16 മില്യൺ ഫണ്ടിങ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കാൻ നോക്കുക. കാരണം യൂസ് കേസ് അത്രയും നല്ലതാണ്. പിന്നെ പണി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയെടുക്കണം. ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫാണ്. എന്തുകൊണ്ട് ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെയിനിലൊക്കെ നമുക്ക് ആകെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് പോലെ അല്ലെങ്കിൽ ക്രോസ് ചെയിൻ ബ്രിഡ്ജിങ് പോലത്തെ പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രിഡ്ജിങ് പോലത്തെ പരിപാടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കോസ്മോസ് എക്കോസിസ്റ്റം അതുപോലെ തന്നെ EVM എക്കോസിസ്റ്റം തമ്മിലുള്ള എന്താണ് ബ്രിഡ്ജിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെയിൻ മാത്രമല്ല ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിട്ട് ഞാൻ എല്ലാം കാണിച്ചു കേട്ടോ. ഇവിടെ കാണിച്ചില്ലേ പലതരം ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ചെയിൻസിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ചെയിൻസിലേക്ക് എന്ത് ചെയ്യണം, സ്വാപ്പ് ബ്രിഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ കോയിൻസ് എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്ത് മാറ്റുന്ന പരിപാടിയാണ്. വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്, വേറെ ടാസ്കുകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ഈ ഡാഷ്ബോർഡിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഫുൾ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആദ്യം എന്ത് വരാം, ആകെ ഒരു സൈറ്റാണ് app.union.build. നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാൻ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ഇടാം. അതിനുശേഷം നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ ഡിസ്കോഡ് കണക്ട് ചെയ്യുക. ഡിസ്കോഡിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇത്രയും നല്ലൊരു ഡിസ്കോഡ്, ഇത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിസ്കോഡ്, ഇത്ര ക്ഷമയോടെ പറഞ്ഞു തരുന്ന ഡിസ്കോഡ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങൾ വിവരിക്കാൻ നിൽക്കില്ല. കാരണം ഞാൻ അവിടുത്തെ മോഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്തായാലും ഇവിടേക്ക് വരും. നിങ്ങൾ കാണുന്നവർ ചെയ്യുന്നവരായിട്ട് ഡൗട്ടുള്ളവർ എന്തായാലും ഇവിടെ വരും. നിങ്ങൾ ക്ലിയർ കൊടുക്കുന്നത് അവർ ഹാപ്പി ആയിട്ട് സ്വീകരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എക്സ്പിയും കൂടും. അത്ര ടൈം ഔട്ടില്ല, ആകെ 5 സെക്കൻഡോ 10 സെക്കൻഡ് മാത്രമാണ് ടൈം ഔട്ടുള്ളത്. അങ്ങോട്ട് നിന്ന് ചാറ്റ് ചെയ്യാൻ കുറേ ചാറ്റ് ചെയ്തെങ്കിൽ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് ഹബ് ഉണ്ടെങ്കിൽ ഗിറ്റ് ഹബ് കണക്ട് ചെയ്യുക, ട്വിറ്റർ കണക്ട് ചെയ്യുക, ഡിസ്കോഡ് കണക്ട് ചെയ്യുക. ഇതൊക്കെ കണക്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈ വാലറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു വാലറ്റ് എന്താ വെച്ചാൽ 2 വാലറ്റ് ഉള്ളത്. ഒന്ന് EVM വാലറ്റ്. EVM വാലറ്റ് ഇതാണ്. ഒന്നില്ലെങ്കിൽ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യും, മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. റാബി വാലറ്റിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ റാബി വാലറ്റ് ചൂസ് ചെയ്യുക. അടുത്ത് കോസ്മോസിൻ്റെ വാലറ്റാണ്. കോസ്മോസിൻ്റെ വാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കെപ്ലറാണ്. ലീപ്പും ഉണ്ട്, എൻ്റെ ലീപ്പും ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് കെപ്ലറാണ്. കെപ്ലർ എനിക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ മുന്നേ ഇതുപോലെ നമ്മുടെ സൺറൈസിന് വേണ്ടി നമ്മൾ കെപ്ലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കെപ്ലർ എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കെപ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെപ്ലർ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാൻ മതി. നിങ്ങൾ ക്രോം വെബ്സൈറ്റിൽ വരിക, നേരെ കെപ്ലർ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് സൈറ്റ്. കെപ്ലർ ഡൗൺലോഡ് ചെയ്യുക, സീഡ് ഫ്രേസ് കോപ്പി ചെയ്ത് വെക്കുക, പേസ്റ്റ് ചെയ്ത് വെക്കുക, അത്രയുള്ള പരിപാടി. അതിന് എന്ത് ചെയ്യും, കെപ്ലറും ഇവിടെ വരും. ഇതൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട, കാരണം ഇതൊക്കെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വാലറ്റ് സെക്ഷനിൽ പോയിട്ട് എങ്ങനെയാണ് ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടാൽ മതി. എല്ലാത്തിനും സെയിം തന്നെയാണ്. അപ്പോൾ കെപ്ലർ മെയിനായിട്ട് കോസ്മോസ് എക്കോസിസ്റ്റത്തിലുള്ള ചെയിൻസിന് വേണ്ടിയാണ്. എന്ത് നിങ്ങൾ കേട്ടോ, ബാബിലോൺ ചെയിൻ, സിയോൺ ചെയിൻ, ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റിന് വേണ്ടിയാണ് എന്തുള്ളത്, അല്ല ടെസ്റ്റ് നെറ്റ് അല്ല, ഇങ്ങനെയുള്ള ബ്ലോക്ക് ചെയിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, കോസ്മോസിൻ്റെ SDK സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെയിൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാലറ്റാണ് കെപ്ലർ വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെപ്ലർ മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ ലീപ്പ് മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതിനുശേഷം അത് ചൂസ് ചെയ്യാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ എല്ലാം കണക്ട് ചെയ്തു. നിങ്ങൾ ഈ 2 വാലറ്റ് എന്ത് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം. അതുപോലെ ഡിസ്കോഡിലും ജോയിൻ ചെയ്തിരിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറെക്കുറെ തീർന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊഫൈലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പ്രൊഫൈൽ. ഇവിടെ ആകെ ചെയ്യാനുള്ള 2 സാധനം വെച്ചാൽ ഒന്ന് ട്രാൻസ്ഫർ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫോസെറ്റ് സ്വീകരിക്കണം. അപ്പോൾ ട്രാൻസ്ഫറിലാണ് നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നത്. കെപ്ലർ മൾട്ടിസെക്ക് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിൽ ഞാൻ ഒരു എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടാൻ നോക്കാം, അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു സെക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നെറ്റിൽ ആകെ ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നുള്ളത് ഫോസെറ്റുകളാണ്. ഫോസെറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങൾക്ക് ഏത് ചെയിനിലാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയിനിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഫോസെറ്റുകൾ എടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഹൂഡ് സ്കാനാണ്. ഹൂഡ് സ്കാനിൽ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും ഫോസെറ്റുകൾ അവൈലബിൾ ആണ്. അത്യാവശ്യം ഫാസ്റ്റാണ്, നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കോയിൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ചെയിനാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയിൻ എടുക്കുക. കോസ്മോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ കോസ്മോസിനുള്ളിൽ കണ്ടില്ല ഇഷ്ടംപോലെ ചെയിൻസ് ഉണ്ട്, ബാബിലോൺ ടെസ്റ്റ് ഉണ്ട്, സിയോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഡൗട്ടുകൾ, ഏതാണ് ഇവിടെ കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ഡിസ്കോഡിൽ പോകുക, ചോദിക്കുക, എനിക്ക് സിയോണിൽ എനിക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺ വേണം, ഞാൻ ഹൂഡിലാണ് എടുക്കുന്നത്, എനിക്ക് കോസ്മോസിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, എനിക്കിനി ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, EVM അഡ്രസ്സാണോ അതോ കെപ്ലറിൻ്റെ അഡ്രസ്സാണോ, അവിടെ ചോദിച്ചാൽ എന്ത് വരും, കൃത്യമായിട്ട് അവിടെ പറയും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിയർ ചെയ്താൽ മതി, ഡിസ്കോഡിൽ ക്ലിയർ ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റിയേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡിസ്കോഡിലാണ്. കാരണം ഡിസ്കോഡിൽ മെസ്സേജ് അയക്കുന്ന റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ XP കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡൗട്ട് ഉണ്ടാവും. ഞാൻ തുറന്നു തന്നെ പറയുന്നത്, ഇഷ്ടം പോലെ ഡൗട്ട് ഉണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ എന്തൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. അതായത് ഇവിടെ മിഷൻ സ്റ്റാറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല. നിങ്ങളൊന്നും നോക്കുക, എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കുറേയൊക്കെ ഓവറായി. അച്ചീവ്മെൻറ്റ് സ്റ്റാറ്റസ് ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്.
അച്ചീവ്മെന്റ് സ്റ്റാറ്റസ് തുറക്കുക. ഇവിടെ കണ്ടില്ലേ 135 ടാസ്കുകൾ കിടക്കുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് അല്ലാതുണ്ടാവും. കണ്ടില്ലേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടെസ്റ്റ് നെറ്റ് സേജ്, അതുപോലെ തന്നെ സ്പാർക്ക് ഇഗ്നൈറ്റഡ്. ഇപ്പം എന്താണ് ചെയ്യുന്നത് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് നെറ്റ് സേജിലുണ്ട് എൻട്രിങ് ദ കേവ് ഓവറായി കഴിഞ്ഞു, ക്ലൈംബിംഗ് ദ ഹണി അതും കഴിഞ്ഞു, L2 സ്കെയിൽ ഇതെന്താണ് ഉദ്ദേശിച്ചത് ഈ ഹെഡിങ്ങളായിട്ട് കണ്ടത് കണ്ടില്ലേ. സ്പാർക്ക് ഇഗ്നൈറ്റഡ് ഡൂ ഓൾ ട്രാൻസാക്ഷൻ ഇൻ ടു സിയോൺ, അതായത് സിയോൺ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ ചെയ്യുക. സിയോൺ ബ്ലോക്ക് ചെയിൻ എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷൻ ആയിട്ട് ചൂസ് ചെയ്യണം. എന്താണ് ഞാൻ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഡെസ്റ്റിനേഷനിൽ ഏത് ചൂസ് ചെയ്യുക, സിയോൺ ടെസ്റ്റ് നെറ്റ് ചൂസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു ക്വിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എന്ത് വേണം, ഞാൻ സെയിൽ നിന്ന് സിയോണിലേക്ക് എന്ത് ചെയ്യണം, ഒരു ബ്രിഡ്ജ് എടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിനാദ്യം എന്ത് വേണം, എനിക്ക് സെയ് ടെസ്റ്റ് നെറ്റിൽ എന്ത് വേണം, എനിക്ക് സെയ് എന്ന് പറഞ്ഞാൽ കോയിൻ വേണം. അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ യൂണിയൻ സൈറ്റിൽ ഫോസറ്റിൽ പോയി കഴിഞ്ഞാൽ സെയ് ടെസ്റ്റ് നെറ്റ് ഇതിൽ പോവുക, സെയ് നെറ്റ്വർക്കിലേക്ക് പോവുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ EVM അഡ്രസ്സാണ് അടിച്ചു കൊടുക്കുന്നത്. സെയ് എന്താണ്, ഒരു EVM അഡ്രസ്സാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഏത് ബ്ലോക്ക് ചെയിൻ എടുക്കുമ്പോൾ അത് ഏതെന്നാണ് കൊടുക്കുന്നത്, കെപ്ലറിലാണോ അതോ നിങ്ങൾക്ക് EVM അതായത് മെറ്റാമാസ്ക് ഓർ റാബി വാലറ്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഡൗട്ട് ഉണ്ടെന്ന് എന്ത് ചെയ്യുക, ഡിസ്കോഡിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, EVM അഡ്രസ്സ് കൊടുക്കേണ്ടത്. അതിന് മുൻപ് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ EVM അഡ്രസ്സിലേക്ക് എൻ്റെ റാബി വാലറ്റിലേക്ക് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ സെയ് ടെസ്റ്റ് നെറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ വാലറ്റിൻ്റെ ലിങ്കിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയിൻ ലിസ്റ്റിൽ വരിക, ഏത് ടെസ്റ്റ് നെറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ സെയ് ടെസ്റ്റ് നെറ്റ് ആഡ് ടു മെറ്റാമാസ്ക് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കണക്ട് കൊടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മളൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ റാബി വാലറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്നുള്ള ഏറ്റവും എത്ര എന്ത് ചെയിൻ ലിസ്റ്റിൽ വന്നിട്ട് ആഡ് ചെയ്യുന്നത്. ഞാൻ മാനുവൽ ആഡ് ചെയ്യാതെ എന്ത് ആഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ റാബി വാലറ്റിലേക്ക് ഈ കസ്റ്റം നെറ്റ്വർക്കായ സിയുടെ ടെസ്റ്റ് നെറ്റ് ആഡ് ആയി. ഇനി എന്ത് ചെയ്യണം, ഞാൻ സിയുടെ നമ്മുടെ റാബി വാലറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, എൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ റാബി വാലറ്റ് തുറന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സി നെറ്റ്വർക്കിലേക്ക് വരിക. നമുക്ക് എന്തുകൊണ്ട് ടെസ്റ്റ് നെറ്റ് ടോക്കൺ വേണ്ടേ. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻ്റെ ഈ ഒരു ക്യാപ്ചർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം എന്ത് റിക്വസ്റ്റ് സെയ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മുടെ സി നെറ്റ്വർക്കിലോട്ട് എന്തൊരു 5 സി എത്തി. ഇപ്പം എൻ്റെ ഇതിൽ 5 ബാലൻസ് കിടക്കുന്നുണ്ടല്ലേ. ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇവിടേക്ക് ഒരു നമ്പർ അടിച്ചു കൊടുക്കണം. ഞാൻ ഒരു 0.1 അടിച്ചു കൊടുക്കണം, ചെറിയ എമൗണ്ട് അടിച്ചു കൊടുക്കണുള്ളൂ. എന്നിട്ടൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ഓർഡേഴ്സ് അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കാണിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്കൊരു ബട്ടൺ കാണിക്കും, ട്രാൻസ്ഫർ റെഡി എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കും. സബ്മിറ്റ് കൊടുക്കുക, ട്രാൻസാക്ഷൻ സൈൻ ചെയ്യുക, കൺഫേം കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ സി ടു സിയോൺ ആണ് ഉള്ളതിൽ ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു 5 ടാബ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചാൽ നിൽക്കുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഏത് ചെയ്യുന്നത് എന്ത് ചെയ്യാം, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ഫോസെറ്റ് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ചെയ്യാനാണ് എന്ത് പറഞ്ഞത്, ഈ ഒരു ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ തുറക്കാം, സ്പാർക്ക് ഇഗ്നൈറ്റഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആവും, അത് കംപ്ലീറ്റ് ആവും. 2, 5, 7 ദിവസമൊക്കെ എടുക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ 1.5 ആഴ്ച എടുക്കും. എന്നിട്ടും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കോഡിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, 10 ട്രാൻസ്ഫർ, 25 ട്രാൻസ്ഫർ, പിന്നെ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ 50, 250, 500. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആകെ കുറച്ച് SP കിട്ടുള്ളൂ. നിങ്ങൾ ലീഡർ ബോർഡ് പോയി നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തെങ്കിൽ ലീഡർ ബോർഡ് കാണാൻ പറ്റും. 1345 ഏറ്റവും ടോട്ടൽ XP എന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. നിങ്ങൾ ഏൺ ചെയ്യുന്ന 5 XPക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഊർജ്ജം കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 500 ട്രാൻസ്ഫർ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ ഇടുന്ന 30 XP ആണ്. അത്രയും കുറവ് XP കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് ഡൗട്ട് ഉണ്ട്, എന്തിന് ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു റാൻഡം ആയിട്ട് എടുക്കണം. എൻ്റർ ചെയ്യുന്ന കൈവ് കഴിഞ്ഞു പറഞ്ഞു, ക്ലെയിം ഹണി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഏതെങ്കിലുമൊക്കെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. സമ്മൺ മീ അതും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബേബി എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. നമുക്ക് ചിലത് ഓപ്പൺ ചെയ്യുമ്പോൾ 2024 ടെസ്റ്റിന് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതിനർത്ഥം എന്താണ്, അത് കഴിഞ്ഞ അർത്ഥം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇൻട്രാക്ട് കൊടുത്ത ബേബിലോൺ ടെസ്റ്റിനോട്ട് അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ്. അപ്പോൾ 3 ദിവസം എന്ത് ചെയ്യണം, നിങ്ങൾ നിരന്തരമായിട്ട് ഇന്നൊരു ട്രാൻസാക്ഷൻ ചെയ്തു, നാളെ ട്രാൻസാക്ഷൻ ചെയ്തു, മറ്റൊന്ന് ട്രാൻസാക്ഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ 3 ദിവസം, 5 ദിവസം, 10 ദിവസം, 25 ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ XP കിട്ടും. പിന്നെ യൂണിയൻ ക്യൂരിയസ് ഇത് വരാനിരിക്കുന്നുള്ളൂ. യൂണിയൻ ചെയിൻ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്കോഡിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഡൗട്ടുള്ളതെന്ന് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ലൈറ്റ് എന്ന ഫസ്റ്റ് മാച്ച് സിയോൺ ടെസ്റ്റ് നെറ്റ് എടുത്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്കത് മനസ്സിലായില്ല, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻട്രാക്ട് വിത്ത് സിയോൺ ടെസ്റ്റ് നെറ്റ്. ഇത് സിയോൺ ടെസ്റ്റ് നെറ്റ് സോഴ്സ് ആയിട്ടാണ് വയ്ക്കേണ്ടത്, സിയോൺ ടെസ്റ്റ് നെറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് വയ്ക്കേണ്ടത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ ഡിസ്കോഡിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ചോദിക്കുക, അതായത് എനിക്ക് സിയോൺ ടെസ്റ്റ് നെറ്റിൽ ഒരു ട്രാൻസാക്ഷൻ, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ആൾക്കാരുകളുണ്ട്, എൻക്രിപ്റ്റോ. ഈ പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അറിവുണ്ട്, നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും. പിന്നെ ഒരു റിയൽ ഗേള്, പിന്നെ ഈ ഡണ്ണീസ്, ഇവരൊക്കെ ഇനി പൂറ, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ
അടിപൊളിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇടാതെ കാത്തിരിക്കണം. എൻക്രിപ്റ്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാതിരാത്രി ഒരു 3 മണിക്ക് ഒരു 3 ദിവസം മുന്നേ ചാറ്റ് ചെയ്തപ്പോഴും പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചാറ്റ് ചെയ്തപ്പോഴും പുള്ളിക്കാരൻ അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും ആക്റ്റീവാണ്. അത്ര നന്നായിട്ട് എന്ത് ചെയ്യണം ഹെൽപ്പും ചെയ്യുന്നുണ്ട്. സോ ഡിസ്കോഡ് ഞാൻ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. നല്ല അടിപൊളി സ്പേസ് ആണ്. അതിൻ്റെ റോളിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിനക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ റോളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വാല്യൂ കൽപ്പിച്ച് വേണമെങ്കിൽ അവിടെ ചാറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും ടെസ്റ്റ് നെറ്റുള്ള ടാസ്കുകളുള്ളത്. ഇതിൽ ഓരോ ടെസ്റ്റ് നെറ്റ് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് പറയാൻ നിൽക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആകെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വെറുതെ എന്താണ് ഇവിടെ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണ ആകെ ഒരു സ്ഥലം മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിലിപ്പോൾ വലിയ ആനച്ചക്ക കുതിരൊന്നുമില്ല. ആകെ നിങ്ങൾ എന്ത് ചെയ്യണം, സോഴ്സ് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യണം. വെറുതെ കണ്ണോണം സെലക്ട് വെറുതെ ചെയ്യാതെ, അതായത് സി എടുത്തു, സി ഒന്ന് ഒരു 500 റൺ ചെയ്തു, അടുത്ത് കൊടുത്തു, അങ്ങനെ ചെയ്യാതെ എന്താണ് ടാസ്ക് എന്ന് മനസ്സിലാക്കി ഏതാണോ ചെയ്യാനുള്ളത് അത് മാത്രം ചെയ്യാൻ നോക്കുക. കാരണം നല്ല ടൈം വേണം. വെറുതെ റാൻഡം ആയിട്ട് ചെയ്യാതെ ചെയ്യാനുള്ള ടാസ്കുകൾ ഒന്നില്ലെങ്കിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് വരിക. പക്ഷെ ഒരെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുള്ള, ഒന്നില്ലെങ്കിൽ ഒരു 3 ടാബ് തുറന്നു വയ്ക്കുക. ഒരു യൂണിയൻ്റെ ടാബ്, അടുത്ത യൂണിയൻ്റെ ടാബ്, അടുത്ത യൂണിയൻ്റെ ടാബ്, എന്നിട്ട് 3 ടാബിലോ അല്ലെങ്കിൽ 3, 4, 5 എത്ര ടാബ് വേണം തുറന്നു വെച്ചോ, ഓരോന്നിലും പടപടാന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ നോക്കുക. എന്നാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇപ്പോൾ നമുക്ക് സിയോൺ ടെസ്റ്റ് നെറ്റിലേക്കാണ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചെയിൻസ് സോഴ്സിൽ സെലക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ ബാബിലോൺ ചെയിനോ, സെയ് ചെയിനോ, സെപ്പോളി ചെയിൻ, ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം സോഴ്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ഡിസ്കോഡിൽ ചോദിച്ചേക്കുക ഏതാണ് ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സിയോൺ ടെസ്റ്റ് നെറ്റിലേക്ക് സെയ് ബ്ലോക്ക് ചെയിനിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലൈറ്റ്നിങ് സ്പീഡിൽ നടക്കുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെയ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ചൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഇതിനൊരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് 500, 1000, 2000 എത്ര ട്രാൻസ്ഫർ ചെയ്തു ആരും നോക്കാൻ പാടില്ല. നിങ്ങളിവിടെ ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, യൂസേഴ്സ് ഇത്രയും ടാസ്ക് ഉള്ളത് കൊണ്ടും ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് പോലെ തോന്നുന്നത് കൊണ്ടും, അതായത് ഇത് ഇഷ്ടം പോലെ ടാസ്ക് ഉണ്ടല്ലോ, ആകെ കുറച്ച് എക്സ്പി കിട്ടണുള്ളൂ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, പകുതി ആൾക്കാർ ചെയ്യില്ല. അത്രയും യൂസേഴ്സ് ഇല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് മാത്രം. പക്ഷേ ഇതൊരു ഗുഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എയർ ഡ്രോപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രോപ്പ് ടെസ്റ്റ് നെറ്റ് 9 എന്ന് പറഞ്ഞ സീരീസിലടക്കം നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. ഇതിൽ ഏതൊക്കെ ടെസ്റ്റ് നെറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഡിസ്കോഡിൽ പോയിട്ട് ഓരോന്നിനും ഹെഡിങ് എടുത്താൽ മതി. ഇപ്പോൾ സമ്മൺ മീ അത് ഓവറായി, കംപ്ലീറ്റഡ് ആയി. എൻ്റർ ഇൻ ദ കേവ് കംപ്ലീറ്റഡ് ആയി. ബേബി കംപ്ലീറ്റഡ് ആയി. യൂണിയൻ ക്യൂരിയസ് ഓപ്പൺ ആവാൻ പോകുന്നുള്ളൂ. ലൈറ്റിംഗ് ദ ഫസ്റ്റ് മാച്ച് ഇവിടെ കണ്ടിട്ട്, ഇതാണ് ഈ ഹെഡിങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ് മനസ്സിലായതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്ന് എടുക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ പോയി എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഇതുപോലെ റൂട്ട് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ ബാബിലോണിൽ നിന്ന് സിയോണിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ടാസ്ക് ഇതിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അത് നിങ്ങൾ എടുക്കുമ്പോൾ ബാബിലോൺ സോഴ്സ് സെലക്ട് ചെയ്തു, സിയോൺ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ടോക്കൺ ഇല്ല, അല്ലെങ്കിൽ ലിങ്ക് ഇല്ല, അല്ലെങ്കിൽ ആ സോഴ്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഡിസ്കോഡിൽ ചോദിച്ചാൽ മതി. എൻ്റെ ലിങ്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പോസ്റ്റ് അവർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരും. ആ പോസ്റ്റിൽ പോവുക, ഈ ലിങ്ക് നേരെ ഓപ്പൺ ചെയ്ത് പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ, അതായത് ആ റൂട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ റൂട്ട് ചിലപ്പോൾ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്, വളരെ എളുപ്പമുള്ള ടാസ്കല്ല, പക്ഷേ വളരെ മിനിമൽ ആയിട്ടുള്ള ടെസ്റ്റ് നെറ്റാണ്. പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ട് ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് വൺസ് ഇതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ക്രോസ് സിസ്റ്റം, അതായത് കോസ്മോസ് സിസ്റ്റത്തിന് എനിക്കറിയില്ല, ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാനിതുവരെ കണ്ടിട്ടില്ല കോസ്മോസ് SDK ഉപയോഗിച്ചിട്ടുള്ള ബ്ലോക്ക് ചെയിൻസ്. അത് ഞാൻ ഈ പറഞ്ഞ ബാബിലോൺ, സിയോൺ അങ്ങനെ വന്ന ബ്ലോക്ക് ചെയിൻസിൽ നിന്ന് EVM ചെയിൻസിലോട്ട് ഇതുപോലെ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് യൂണിയൻ എന്ന് പറഞ്ഞ പേര്, അതായത് എല്ലാം കൂടി ഒരുമിച്ച് എന്നുള്ള പേര് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതിലെല്ലാ ടാസ്കും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരെണ്ണം പോലും വിടാതെ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഈ ഒരു ടെസ്റ്റ് നെറ്റ് വീണയെന്ന് പറഞ്ഞ സ്റ്റേജിലെങ്കിലും എത്ര അക്വയർ ചെയ്യാൻ പറ്റണോ അത്രയും പോയിന്റ്സ് അക്വയർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വിടരുത്. വേറെ ഏത് ടെസ്റ്റ് നെറ്റ് വിട്ടാലും ഈ ഒരു ടെസ്റ്റ് നെറ്റ് വിടരുത്. ടെസ്റ്റ് നെറ്റ് V8 ഞാൻ ഇടാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഇച്ചിരി ആക്റ്റീവ് അല്ലാത്ത സമയത്തായിരുന്നു, അതായത് ആ 2024 സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. സോ 2024 എൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു തോന്നുന്നു V8 വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആ സമയത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, സോറി, അതിന് ക്ഷമാപണം ചോദിക്കുന്നു. പക്ഷേ V9 ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലീഡർ ബോർഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ലാങ്ക് കിടക്കുന്നത് 2 ലക്ഷത്തിലൊക്കെ കിടക്കുന്നത്, അത് പെട്ടെന്ന് ചിലപ്പോൾ 5 XP കയറുമ്പോൾ തന്നെ 10-20,000 ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. കാരണം കുറേ പേര് ഓപ്പൺ ചെയ്തിട്ട് വിട്ട് പോവാണ്, കാരണം ചെയ്യാൻ പറ്റാതെ. അത് ചെയ്യാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നില്ല, മടി പിടിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം എല്ലാവരും ഇപ്പോൾ ഇന്ന് തൊട്ട് ഏതൊക്കെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ വന്നിട്ട്
ഈ ഡെയിലി ട്രാൻസാക്ഷൻ, അതായത് 3 ദിവസം ട്രാൻസാക്ഷൻ ചെയ്യണം, 5 ദിവസം ട്രാൻസാക്ഷൻ ചെയ്യണം, അങ്ങനത്തെ ഏതെങ്കിലും ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പം ഇതെന്ന് വന്നത് ഫോളോ ദി യൂണിയൻ എന്ന് വന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സോറി കൺസ്ക്രിപ്റ്റ് എന്ന് വന്നത് ഇപ്പോൾ 3 ദിവസം സിയോൺ ചെയിനായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ആൾക്കാർ മാത്രം എവിടെയെങ്കിലും എഴുതി വെക്കുക. സിയോൺ ചെയിൻ, അതായത് ഇതിലെന്ത് ചെയ്യണം, നിങ്ങൾക്ക് കൺസ്ക്രിപ്റ്റഡിൽ നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം. എന്നിട്ട് അതൊക്കെ എല്ലാ ദിവസവും പെട്ടെന്ന് ഓരോ ദിവസം എല്ലാം എന്ത് ചെയ്യുക, ആദ്യം തന്നെ വരുമ്പോൾ ഒരു ദിവസം വരുമ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം 500 ട്രാൻസാക്ഷൻ ഉള്ളതില്ലേ, അത് ഓരോന്നും എടുത്ത് ഓരോ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ടൈം എടുക്കുക. ചിലപ്പോൾ ടൈം എടുക്കുന്നതിനുള്ള, എഫേർട്ട് എടുക്കുന്നതിനുള്ള റിവാർഡ് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. ആരും മിസ്സാക്കുന്നതിനെ വിചാരിക്കുന്നു. ഞാൻ ഇതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നല്ല ടൈം എടുക്കും. പിന്നെ ഒന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓരോന്നും എടുത്ത് ഓപ്പൺ ചെയ്ത് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കോഡിൽ ചോദിക്കുക എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് കാണിച്ചു തന്ന് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം മേഡം, നിങ്ങളിവിടെ തുടർന്ന് ചെയ്യണം. ഞാനിത് ഒന്നും പറഞ്ഞു തന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ദയവ് ചെയ്ത് മിസ് ചെയ്യരുത്. വീണ്ടും അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. കമ്മ്യൂണിറ്റിയിൽ പറയുക. എനിക്ക് കമൻറ്റ് സെക്ഷനിലാണ്, ഞാൻ എന്തായാലും ആൻസർ തരാം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസർ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.